ഏപ്രിൽ 5 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ വിൻസെന്റ് ഫെറർ, വിശുദ്ധ ആൽബർട്ട്, വിശുദ്ധ കാതറിൻ തോമസ്, വിശുദ്ധ എഡൻബുർഗ, വിശുദ്ധ ജെറാൾഡ്, വിശുദ്ധ ഐറിൻ. വിശുദ്ധ വിൻസെന്റ് ഫെറർ 1357 1419 കാലഘട്ടത്തിലാണ് വിശുദ്ധ വിൻസെന്റ് ഫെറർ ജീവിച്ചിരുന്നത്. പുണ്യാഭ്യാസത്തിനും ദാനധർമ്മങ്ങൾക്കും പുകൾപെറ്റ മാതാപിതാക്കന്മാരിൽ നിന്ന് സ്പെയിനിൽ വലൻസിയ എന്ന പ്രദേശത്ത് വിൻസെന്റ് ഭൂജാതനായി. വിൻസെന്റിന്റെ ഒരു സഹോദരൻ ബോണിഫസ് കർത്തൂസ്യൻ സഭയുടെ ജനറലായിരുന്നു. വിൻസെന്റ് ചെറുപ്പം മുതൽക്ക് തന്നെ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിച്ചിരുന്നു. ഈശോയുടെ പീഡാനുഭവത്തോട് ആർദ്രമായ ഭക്തി ഉണ്ടായിരുന്നു വിൻസെന്റിന്. 12 വയസ്സ് മുതൽ വിൻസെന്റ് തത്വശാസ്ത്രവും വൈദ്യശാസ്ത്രവും പഠിച്ചു തുടങ്ങി. 18ാമത്തെ വയസ്സിൽ അവൻ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. 28ാമത്തെ വയസ്സിൽ ഡോക്ടറേറ്റ് നേടി. ഫാദർ വിൻസെന്റിന്റെ പ്രധാന പ്രേക്ഷിത വേല പ്രസംഗമായിരുന്നു. കുരിശുരൂപത്തിന്റെ മുൻപിലിരുന്ന് ഒരുങ്ങിക്കൊണ്ട് ഫാദർ വിൻസെന്റ് ചെയ്തിരുന്ന പ്രഭാഷണങ്ങൾ ശ്രോതാക്കളെ കരയിപ്പിച്ചു. പാപം, മരണം, വിധി, നരകം, നിത്യത എന്നിവയായിരുന്നു പ്രഭാഷണ വിഷയങ്ങൾ. തന്നിമിത്തം വിധിയുടെ മാലാഖ എന്ന അപരനാമം തന്നെ വിൻസെന്റിനുണ്ടായിരുന്നു. വാഗ്വിലാസം കൊണ്ട് മാത്രമല്ല, തത്വചിന്തകൾ കൊണ്ടുകൂടിയാണ് ശ്രോതാക്കളെ അദ്ദേഹം സ്വാധീനിച്ചിരുന്നത്. 20 വർഷം സ്പെയിൻ, മജോർക്ക, ഇറ്റലി, ഫ്രാൻസ് മുതലായ സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. ഭാഷാപരവും അത്ഭുതപരവും അദ്ദേഹത്തിന് സിദ്ധിച്ചിരുന്നു. ബാർസലോണയിലെ മെത്രാനായ ജോൺ സൊളറിനുണ്ടായിരുന്ന മുടന്ത് അത്ഭുതകരമായി മാറ്റിയത് ഫാദർ വിൻസെന്റ് ആണ്. ഗ്രനാഡയിൽ അദ്ദേഹം അനേകം മുസ്ലിമുകളെ, ടൊളോദായിൽ കുറേയേറെ യഹൂദരെയും മാനസാന്തരപ്പെടുത്തി. ഒരിക്കലൊരു പ്രശസ്ത വ്യക്തി തന്റെ പ്രസംഗം കേൾക്കാൻ വരുന്നുണ്ടെന്ന് കേട്ടിട്ട് ഫാദർ വിൻസെന്റ് നല്ലവണ്ണം പഠിച്ചൊരുങ്ങി. എന്നാൽ പ്രാർത്ഥിക്കാൻ സമയം സിദ്ധിച്ചില്ല. അന്നത്തെ പ്രസംഗം ആ മഹാന് ഹൃദയസ്പർശകമായി തോന്നിയില്ല. വേറൊരു ദിവസം അതേ മനുഷ്യന് വിൻസെന്റിന്റെ പ്രസംഗം ഹൃദയസ്പർശകമായി. കാരണമാരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ ദിവസം വിൻസെന്റ് പ്രസംഗിച്ചു, 2ാമത്തെ ദിവസം വിൻസെന്റിലൂടെ യേശുക്രിസ്തുവാണ് സംസാരിച്ചത്. ആധ്യാത്മിക ജീവിതം, ആന്തരിക മനുഷ്യൻ, കർത്തൃജപം, പ്രലോഭനങ്ങളിലുള്ള ആശ്വാസം, വിശ്വാസത്തിനെതിരെ 7 കത്തുകൾ എന്നിവയാണ് ഫാദർ വിൻസെന്റിന്റെ കൃതികൾ. ആധ്യാത്മിക ജീവിതം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്റെ ജീവിതം മുഴുവൻ ദുർഗന്ധമല്ലാതെ മറ്റൊന്നുമില്ല. എന്റെ ആത്മാവും ശരീരവും വ്രണിതമാണ്. എന്റെ പാപങ്ങളും അനീതികളും നിമിത്തം എന്റെ ജീവിതം ചീഞ്ഞു നാറുന്നു. വിനയത്തിന്റെ ഗുരുവായ ക്രിസ്തു എളിമയുള്ളവർക്ക് സത്യം വെളിപ്പെടുത്തുന്നു. അഹങ്കാരികളിൽ നിന്ന് അവിടുന്ന് അകന്നു മാറുന്നു. 60 വയസ്സ് വരെ ഫാദർ വിൻസെന്റ് ദൈവസ്നേഹം പ്രസംഗിച്ച് ചുറ്റി സഞ്ചരിച്ചു. അവസാനം ക്ഷീണിതനായി വലൻസിയയിലേക്ക് തന്നെ തിരിച്ചു വന്നു. 10 ദിവസം അദ്ദേഹം അസുഖമായി കിടന്നു. 10ാം ദിവസം കർത്താവിന്റെ പീഡാനുഭവം തന്നെ വായിച്ചു കേൾപ്പിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. 1419 ഏപ്രിൽ 5-ാം തീയതി പെസഹ വ്യാഴാഴ്ചയുടെ തലേ ദിവസം സ്വർഗീയ വിരുന്നിനായി ഫാദർ വിൻസെന്റ് യാത്രയായി. ഇന്നേ ദിവസം ഫാദർ വിൻസെന്റിന്റെ വാക്യം നമുക്ക് വിചിന്തനം ചെയ്യാം. എന്ത് ചെയ്യുകയാണെങ്കിലും സ്വന്തം കാര്യം ചിന്തിക്കാതെ ദൈവത്തെപ്പറ്റി ചിന്തിക്കുക. വിശുദ്ധനായ ഫാദർ വിൻസെന്റ് ഫെററെ, എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ മാത്രം ചിന്തിച്ച് ചെയ്യുവാനുള്ള അനുഗ്രഹം ലഭിക്കുവാൻ പിതാവായ ദൈവത്തോട് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.